എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓണത്തിന് റേഷൻ കാർഡുള്ളവർക്ക് നമ്മൾ കാത്തിരുന്ന പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കൂടുതൽ അരി വിഹിതങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ട് വിധത്തിലുള്ള സ്പെഷ്യൽ അരികളാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റേഷൻ കട വഴി ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളും അതുപോലെ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ റേഷൻ കാർഡുകാർക്കും ലഭിക്കുന്ന 4 ഭക്ഷ്യക്കിറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതുമാണ് വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ജൂലൈ 31 കൂടി അവസാനിച്ചു. നാളെ 1-ാം തീയതിയും ഞായറാഴ്ചയും 2 ദിവസം റേഷൻ കട അവധിയാണ്. 3-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഓണമായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ വിഹിതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. 10 രൂപ 90 പൈസ നിരക്കിൽ നീല റേഷൻ കാർഡിന് 3 കിലോ അരിയും വെള്ള റേഷൻ കാർഡിന് 7 കിലോ അരിയും ഉണ്ട്. ഈ 2 റേഷൻ കാർഡിനും 2 കിലോ വീതം ഗോതമ്പും 4 ആട്ടയും ഉണ്ട്. ഇതുകൂടാതെ നീല വെള്ള റേഷൻ കാർഡിന് 10 കിലോ അരി 25 രൂപ നിരക്കിൽ 10-ാം തീയതി മുതൽ റേഷൻ കടയിലൂടെ വാങ്ങാം. അങ്ങനെ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 17 കിലോ അരിയും നീല റേഷൻ കാർഡുള്ളവർക്ക് 15 കിലോ അരിയും സ്പെഷ്യലായി ലഭിക്കും. ഇത് കൂടാതെ 2 കിലോ വീതം ഗോതമ്പും 4 ആട്ടയും നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി കൂടി 4 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് 9 രൂപ നിരക്കിൽ നൽകുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിനാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റുള്ളത്. 10-ാം തീയതി മുതൽ റേഷൻ കടകളിലൂടെ സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണവും നടക്കും. ആ സമയത്ത് തന്നെയാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 10 കിലോ വീതം അരി 25 രൂപ നിരക്കിൽ ലഭിക്കുക. പിന്നെ 4 ഭക്ഷ്യക്കിറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തേത് അത്തം കിറ്റാണ്. ഇതിൽ 3 കിലോ മട്ടരി അല്ലെങ്കിൽ ജയാരി കുറുവാരി ഉണ്ടാകും. പിന്നെ ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, പഞ്ചസാര 1 കിലോ, തൂരപ്പരിപ്പ് 1/2 കിലോ, ചെറുപയർ പരിപ്പ് 250, കടുക് 100 ഗ്രാം, ഉലുവ 100, ജീരകം 100, മഞ്ഞൾപ്പൊടി 100, പുട്ടുപൊരി 1/2 കിലോ, മിൽമ നെയ്യ് 50, പായസ മിക്സ് 200 ഗ്രാം, സാമ്പാർ പൊടി 100, മുളക് പൊടി 100, മല്ലിപ്പൊടി 100, ശബരി ഗോൾഡ് തേയില 250, 1/2 കിലോ ശർക്കരപ്പൊടി, കടുമാങ്ങ അച്ചാർ 150 അല്ലെങ്കിൽ 200 ഗ്രാം, കടല 1/2 കിലോ, പപ്പടം 100 ഗ്രാം എന്നിങ്ങനെയാണ് 1280 രൂപ വില വരുന്ന നമുക്ക് 1000 രൂപക്ക് ലഭിക്കുന്ന അത്തം കിറ്റിലുള്ളത്. 1880 രൂപ വില വരുന്ന നമുക്ക് 1500 രൂപക്ക് കിട്ടുന്ന കിറ്റിൽ കഴിഞ്ഞ കിറ്റിനെ അപേക്ഷിച്ച് 5 കിലോ അരിയുണ്ട്. പിന്നെ ബാക്കിയുള്ള മറ്റേ കിറ്റിലുള്ള എല്ലാ വിഹിതങ്ങളും ഉണ്ട്. കൂടാതെ സൺഫ്ലവർ ഓയിൽ, കായം, രസപ്പൊടി, പായസക്കൂട്ട് എന്നിവയും ഇതിലുണ്ട്. 5 ഇനങ്ങൾ അധികമുണ്ട്. 30 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള 2540 രൂപ വില വരുന്ന 2000 രൂപയ്ക്ക് ലഭിക്കുന്ന കിറ്റിൽ 10 കിലോ അരിയാണുള്ളത്. അരിയെല്ലാം നമുക്ക് മട്ടരി, ജയരി, കുറുവരി ഇഷ്ടമുള്ളത് വാങ്ങാം. പിന്നെ 1 കിലോ വെളിച്ചെണ്ണ, പഞ്ചസാര 1 കിലോ, തൂരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, കടുക്, ഉലുവ, ജീരകം, മഞ്ഞൾപ്പൊടി, പുട്ടുപൊടി, മിൽമ നെയ്യ്, പായസം മിക്സ്, കായം, സാമ്പാർ പൊടി, പെരുംജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ശബരി ഗോൾഡ് ടീ, ശർക്കരപ്പൊടി, ഉപ്പ്, കടുമാങ്ങ അച്ചാർ, ഉഴുന്ന് പരിപ്പ്, വൻപയർ, കടല, പപ്പടം, സൺഫ്ലവർ ഓയിൽ, രസപ്പൊടി, പായസക്കൂട്ട്, അപ്പപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിങ്ങനെയാണ് ഈ കിറ്റിലുള്ളത്. ഏറ്റവും ചെറിയ കിറ്റായ 374 രൂപ 50 പൈസ വില വരുന്ന കിറ്റ് നമുക്ക് 299 രൂപക്ക് വാങ്ങാം. ഇതിൽ മുളക് പൊടി 100, മല്ലിപ്പൊടി 100, മഞ്ഞൾപ്പൊടി 100, സാമ്പാർ പൊടി 100, രസപ്പൊടി 100, ഉലുവ 100, കടുക് 100, പുട്ടുപൊടി 1 കിലോ, സേമിയ പായസ മിക്സ് 200 ഗ്രാം എന്നിങ്ങനെയാണ് ഈ കിറ്റിലുള്ളത്. ഇങ്ങനെ 4 കിറ്റാണ് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുക. സൗജന്യ ഭക്ഷ്യ കിറ്റ് മഞ്ഞ റേഷൻ കാർഡിനാണുള്ളത്. ഇത് കൂടാതെ സപ്ലൈകോയിൽ നിന്നും 13 ഇനം സബ്സിഡി സാധനങ്ങളും അധിക അരിയും ലഭിക്കുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.